എന്താണ് രാഷ്ട്രീയക്കാരോട് ശ്രീനിക്കുള്ള ഈ ഒരു മുഖം തിരിഞ്ഞു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയം ജനസേവനമാണല്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് പല കാര്യങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തു നിന്ന് ജനസേവനം എന്ന് പറയുന്ന സംഭവം നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ MLA ആയാലും MP ആയാലും കൗൺസിലറായാലും ഇതൊക്കെ ആയാലും ശമ്പളം പറ്റുക എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായിട്ട് സേവനം എന്ന് പറയുന്ന പരിപാടി അങ്ങ് മാറി. ഭയങ്കര ശമ്പളമാണ് ഇവർക്കൊക്കെ. MP മാർക്കും MLA മാർക്കും കൗൺസിലർമാർക്കും ഒക്കെ നല്ല പൈസയാണ്. പ്രതിപക്ഷത്തിനൊന്നും കിട്ടുമല്ലോ. ഇപ്പോൾ പ്രതിപക്ഷം MLA മാരായാലും എല്ലാവർക്കും കിട്ടില്ലേ. പെൻഷനുണ്ട്. അത് മാത്രമല്ല, മന്ത്രിമാരുടെ സ്റ്റാഫായിട്ട് 2 വർഷം തുടർച്ചയായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷനാണ്. ഇതെവിടുത്തെ പരിപാടി? എത്രയോ സർക്കാർ ജോലി കിട്ടുന്ന ആൾക്കാർ എത്രയോ വർഷങ്ങൾ പണിയെടുത്താൽ മാത്രമേ പെൻഷനൊക്കെ കിട്ടുള്ളൂ. സ്ഥിരമാക്കില്ല, കരാർ അടിസ്ഥാനത്തിലാണ്. ഇത് 2 വർഷം പണിയെടുത്താൽ മതി മന്ത്രിയുടെ കൂടെ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആൾക്കാരെന്ന് വെച്ചാൽ സ്വന്തം ആൾക്കാർ പിടിച്ചിട്ട് 10-30 ആൾക്കാരെ 2 വർഷത്തേക്കാക്കും. അടുത്ത 2 വർഷത്തേക്ക് വേറെ 10-30 ആൾക്കാരെ, അങ്ങനെ 60 പേർക്ക് പെൻഷൻ. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു സ്വന്തക്കാർക്ക് കാശടിച്ച് മാറ്റാനുള്ള ഒരു പരിപാടിയായിട്ട് ഇത് മാറ്റിയിരിക്കുകയാണ്.